ഒരു സംവിധാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ ജയേട്ടൻ ഫണ്ട് നമുക്ക് ഒപ്പം പങ്കിടുകയെന്ന് പറഞ്ഞ് ആ ഫണ്ട് കൂടി വെച്ച് ഇതിൻ്റെ കുറച്ച് ഭാഗം ഞങ്ങൾ അതും കട്ടപതിക്കൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ ആ ഒരു സമയത്താണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗം അവിടെ ഒന്നും ഇല്ലാതെ കിടക്കുകയാണ്, അവിടെ വെള്ളം കെട്ടി നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ സംഘാടക സമിതി കൂടിയ സമയത്തൊരു ആവശ്യം വന്നു. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ഇവിടുത്തെ ആളുകളും ഒക്കെ പറഞ്ഞത് അടിസ്ഥാനത്തിൽ നമ്മുടെ LC സെക്രട്ടറി കൃഷ്ണദാസേട്ടൻ ഉണ്ടായിരുന്നു. അവരോട് കൂടി സംസാരിച്ച് അതും ജയേട്ടൻ്റെ കൂടി ഫണ്ട് ഉൾപ്പെടുത്തി ഇപ്പോൾ വീണ്ടും 5 ലക്ഷം രൂപ ഈ റോഡിലേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ ഫണ്ട് ഡിസംബറോട് കൂടി പണി പൂർത്തീകരിക്കും, ഈ റോഡിൻ്റെ ബാക്കിയുള്ള ഭാഗവും. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ശോചനീയമായി കിടന്ന ഭാഗങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുകയാണ്. ഈ റോഡിൻ്റെ പണി തുടങ്ങിയ മുതൽക്ക് ഞാനും എൻ്റെ പ്രസ്ഥാനത്തിലെ ആളുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും വരും, പണിയുള്ളത് നോക്കും. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ഒരു ദിവസം പറഞ്ഞു, ലാസ്റ്റ് ലോഡ് പണി തീരാറായ സമയത്ത് വന്ന ലോഡ് ഏറ്റവും മോശം കട്ടയായിരുന്നു പറഞ്ഞു. അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചപ്പോൾ അവർ വന്ന് കട്ട പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പണി തുടങ്ങാൻ പാടുള്ളൂ പറഞ്ഞ് പണി പരിശോധിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ കരാറുകാരൻ പറഞ്ഞു,